ശശി തരൂർ എംപിയുടെ ലേഖനത്തോട് മറുപടി പറയുകയായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ വികസനത്തിന് തുടക്കം കുറിച്ചത് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തിയതിന് അടിത്തറ പാകിയത് മുൻ UDF സർക്കാരുകളാണ് എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. അതുപോലെ തന്നെ വ്യവസായ അന്തരീക്ഷം മോശമാക്കിയത് നോക്കുകൂലിയും അതുപോലെ തന്നെ ചില ഇടതുപക്ഷ നയങ്ങളും തന്നെയാണ്. അപ്പോൾ നയം തിരുത്തി എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. എന്തായാലും അത് ആ നയം മാറ്റം നല്ലത് തന്നെയാണ് എന്ന രീതിയിൽ പ്രതികരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായ സൗഹൃദമായിരുന്നില്ലെങ്കിൽ അതിന്റെ തൊപ്പി ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ട എന്നുകൂടി പറയുകയാണ്. ആ രീതിയിൽ രൂക്ഷ വിമർശനങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും UDF സർക്കാരുകളുടെ കാലത്തുണ്ടായ വ്യാവസായിക മാറ്റങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുന്നത്. കിൻഫ്ര പാർക്ക് എന്ന ആശയമാണ് വ്യവസായ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. വ്യവസായ ഭൂപടത്തിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണ് എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും കോഴിക്കോട് നിന്ന്. അസ്ലം, തരൂരിനെ പൂർണ്ണമായും തള്ളുകയാണ് കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് കൂടി തരൂരിനെ കൈയൊഴുകിയാണോ? ശശി തരൂർ ഇടതുപക്ഷത്തെ വ്യവസായ നേട്ടങ്ങളെക്കുറിച്ച് എഴുതിയ ലേഖനത്തെയും അദ്ദേഹം അതിൽ അടിയുറച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളെയും പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെയാണ് UDF കാലത്തെ വ്യവസായ മന്ത്രി, തുടർച്ചയായ UDF കാലത്തെ വ്യവസായ മന്ത്രിയായിരുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് കൃത്യമായി തന്നെ തുടക്കമിട്ടത് UDFിൻ്റെ സർക്കാരുകളാണ്. കെ കരുണാകരൻ, A.K. ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകൾ ആ കാലത്തൊക്കെ തന്നെയും വ്യവസായ മന്ത്രി എന്ന നിലയിൽ താൻ കൂടി ഉൾപ്പെട്ട ഒരു സർക്കാരുകളാണ് വ്യവസായ വളർച്ചയ്ക്ക് തുടക്കമിട്ടത്. അത് കിൻഫ്ര പാർക്കുകളാണെങ്കിലും അക്ഷയ ആണെങ്കിലും മറ്റെല്ലാ സ്വാശ്രയ കോളേജുകളിലൂടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ, എഞ്ചിനീയർമാരെയും മറ്റും തുടക്കമിടുന്നതിന് വേണ്ടിയിട്ടുള്ള കോളേജുകൾ തുറന്നു കൊടുത്ത ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസായ നേട്ടങ്ങളുടെയും അതിൻ്റെ അടിത്തറ പാകിയത് UDF സർക്കാരുകളാണ്. അക്കാലത്ത് തന്നെയും പ്രതിപക്ഷം നിലയിൽ ഇടതുപക്ഷം ഇതിനെതിരായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല അതിനുശേഷം തുടർന്നു വന്ന UDF സർക്കാരുകൾക്ക് ശേഷം വരുന്ന ഇടത് സർക്കാരുകൾ ഈ വ്യവസായ വളർച്ചയുടെ തുടർച്ച അത് കൊണ്ടുപോകാത്തതാണ് കേരളത്തിൻ്റെ പ്രശ്നമായിരുന്നത്. ഇപ്പോൾ അത് അത്തരമൊരു വ്യവസായ ഇതിനെതിരായ നെഗറ്റീവായ സമീപനം ഇടതുപക്ഷം തിരുത്തിയെന്ന് പറയുന്നു. അതെങ്കിൽ ആ തിരുത്ത് നല്ലതാണ്, അത് സ്ഥായിയെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ തിരുത്തൽ കൊണ്ടാണ് ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്തെങ്കിലും ചില വ്യവസായ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. അതിൻ്റെ പോലും അടിത്തറ എന്ന് പറയുന്നത് കിൻഫ്ര പാർക്ക് ഉൾപ്പെടെ ജിം ഉൾപ്പെടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ UDFിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വ്യവസായ തുടക്കം കുറിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുക വഴി ശശി തരൂർ പറഞ്ഞ അല്ലെങ്കിൽ LDFിനെ പ്രശംസിച്ച കാര്യങ്ങളെ പൂർണ്ണമായി തന്നെ തള്ളുകയാണ്. നേരിട്ട് തരൂരിനെതിരെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചില്ല. അത്തരം ചോദ്യങ്ങൾ അദ്ദേഹം ഒഴിഞ്ഞുമാറി, രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒഴിഞ്ഞുമാറി. അതേസമയം കൃത്യമായി തന്നെ കേരളത്തിൽ വ്യവസായ മുന്നേറ്റം ഉണ്ടായത്, വളർച്ച ഉണ്ടായത്, അതിന് തുടക്കം കുറിച്ചത് UDFിൻ്റെ സർക്കാരുകളാണ്. അത് കെ കരുണാകരൻ മുതൽ A.K. ആന്റണി മുതൽ ഉമ്മൻചാണ്ടി മുതലുള്ള ഓരോ കാലഘട്ടത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഇടത് സർക്കാരുകൾ അതിന് തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പോയില്ല. മാത്രമല്ല ആ UDFിൻ്റെ സർക്കാർ കാലത്ത് പ്രതിപക്ഷമുണ്ടായിരുന്ന LDF വലിയ തോതിലുള്ള തടസ്സം നിന്നു. നോക്കൂലി ഉൾപ്പെടെയുള്ള ശ്രമങ്ങളിലൂടെ ഇതിനെതിരെ വ്യവസായ സൗഹൃദമല്ലാത്തൊരു സമീപനത്തിലേക്ക് കൊണ്ടുപോയി. അവർ ആ സമീപനം മാറ്റി. ഇടതുപക്ഷം ആ വ്യവസായത്തിനെതിരായ ഒരു സമീപനം എന്നുള്ളത് മാറ്റി നോക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യവസായ സൗഹൃദ സമീപനത്തിലേക്ക് അവരും വന്നതാണ് ഈ പുതിയ മാറ്റത്തിന് കാരണം. അത് നല്ലത്, ആ തിരുത്ത് നല്ലതാണ്, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ഇടതുപക്ഷം വ്യവസായ സൗഹൃദമായിരുന്നില്ല നേരത്തെയുള്ള കാലങ്ങൾ. അത് പ്രതിപക്ഷമായിരുന്നപ്പോഴും സർക്കാരുകളായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു UDF സർക്കാരിൻ്റെ കാലത്ത് ഇടിച്ചു പൊളിക്കലായിരുന്നു ഒരു സർക്കാരിൻ്റെ നയം തന്നെ. അതൊരിക്കലും വ്യവസായ സൗഹൃദമാണെന്ന് പറയാൻ കഴിയില്ല എന്നുവരെ എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ ഒരു തരൂരിന് വളരെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഒരു അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മറുപടി പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന കോൺഗ്രസിനകത്തുള്ള ഈ രാഷ്ട്രീയ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെക്കുറിച്ച് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം ലീഗ് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാനും ചെയ്യാനും ലീഗിന് അറിയാം എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നതിലൂടെ ഇത്തരം ആഭ്യന്തരമായ തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നണിക്ക് ഗുണകരമല്ല എന്നത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട കാര്യം ഇന്നലെ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ക്യാമ്പിൽ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. ലീഗിൻ്റെ പ്രശ്നം കൊണ്ട് ഒരിടത്തും ഒരു വിജയവും കുറവ് വന്നിട്ടില്ല. പകരം മുന്നണി ശക്തിപ്പെടണം, മുന്നണി കൂടി ലീഗിനൊപ്പം, ലീഗിൻ്റെ അതേ ശക്തിക്കൊപ്പം തന്നെ മുന്നണി കൂടി വന്നാൽ മാത്രമേ അത് കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറയുന്നതിലൂടെ കൃത്യമായി തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾക്കെതിരായ കോൺഗ്രസ് കൂടി ശക്തിപ്പെടാത്തതിലെ അതൃപ്തി കൃത്യമായി തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയമായി തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഒരു ലിമിറ്റ്, ഒരു പരിധിവരെ അദ്ദേഹം പറയുന്നുള്ളൂ. നേരിട്ട് അദ്ദേഹം പറയുന്നില്ല. അതേസമയം അതിലെ സന്ദേശം വളരെ കൃത്യമാണ്.